ട്രാവൽ സ്റ്റോറീസിൻ്റെ ഇന്നത്തെ യാത്ര 123 വർഷങ്ങൾ പഴക്കമുള്ള മലയാള സിനിമയുടെ സ്വന്തം തറവാട് എന്നറിയപ്പെടുന്ന വരിക്കശ്ശേരി മനയിലേക്കാണ്. മലയാള സിനിമകളിലൂടെ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു തറവാട് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇന്നും പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നു. 100-ൽ പരം മലയാള സിനിമകളും കൂടാതെ അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നിരവധി കഥാപാത്രങ്ങൾ തകർത്ത് അഭിനയിച്ച ഒരു ലൊക്കേഷൻ. മനോഹരമായ ഈ മനയുടെയും അതിൻ്റെ പരിസരത്തിൻ്റെയും കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നാലോ? അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള മനിശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും 40 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. മനിശ്ശേരിക്ക് അടുത്തുള്ള ഒരു പ്രധാന ടൗൺ എന്ന് പറയുന്നത് ഒറ്റപ്പാലം തന്നെയാണ്. ഒറ്റപ്പാലത്ത് നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ മനിശ്ശേരിയിലെത്താം. ഇവിടെ എത്തിപ്പെടാനുള്ള നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ മനോഹരമായ നിരവധി പുരാതന ക്ഷേത്രങ്ങൾ കാണുന്ന ഒരു സ്ഥലം കൂടെയാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടം ക്ഷേത്രങ്ങളുടെ നാട് എന്നുകൂടെ അറിയപ്പെടുന്നു. ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് മഹാകവിയും ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം. കിള്ളിക്കുറിശി മംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇതിഹാസ കലാകാരന്റെ ജന്മസ്ഥലം ഇന്ന് കുഞ്ചൻ സ്മാരകം എന്നറിയപ്പെടുന്നു. മനിശ്ശേരിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ ഇടവഴിയുണ്ട്. അതിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് വരിക്കശ്ശേരി മനയിലെത്താം. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുക. 30 രൂപ എൻട്രി ഫീസും കൂടാതെ മറ്റ് ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് 250 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. സിനിമ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. സന്ദർശകർക്ക് വേണ്ടിയുള്ള റെസ്റ്റ് റൂം സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വരിക്കശ്ശേരി മന കാണാനായി മാത്രം ഇന്ന് ധാരാളം സന്ദർശകർ എത്തുന്നുണ്ട്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട്. പാലക്കാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഈ വരിക്കാശ്ശേരി മന. പാലക്കാടിൻ്റെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെങ്കിലും വലിയ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താതെ അതേപടി സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗൃഹാതുരത്വമാണ് വരിക്കശ്ശേരി മന നമുക്ക് സമ്മാനിക്കുന്നത്. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത് എങ്കിലും IV ശശിയുടെ ദേവാസുരം എന്ന ചിത്രമാണ് സിനിമാ ലോകത്ത് വരിക്കാശ്ശേരി മനയെ പ്രശസ്തമാക്കിയത്. അതിനുശേഷമാണ് ആറാം തമ്പുരാൻ, രാവണപ്രഭു, നരസിംഹം, രാപ്പകൽ, വല്യേട്ടൻ, ദ്രോണ, മാടമ്പി, ചന്ദ്രോത്സവം, അനന്തഭദ്രം, ഇന്ന് ഭ്രമയുഗം പോലെയുള്ള സിനിമകളിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ വരിക്കാശ്ശേരി മന. 6 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 1902 മനയുടെ പണി പൂർത്തിയായതായി ചരിത്രം പറയുന്നത്. 1940 മനയ്ക്ക് ഇന്ന് കാണുന്ന ഈ മനോഹരമായ പൂമുഖത്തിന്റെ പണി കഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. വരിക്കശ്ശേരി മന പ്രധാനമായും 3 നിലകളിലായി വിസ്തൃതമായി കിടക്കുന്ന ഒരു നാലുകെട്ടാണ്. കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് മനയുടെ നിർമ്മാണം. 1000 വർഷത്തിലധികം പഴക്കമുള്ളതാണ് മനയിലെ നമ്പൂതിരിമാരുടെ ചരിത്രം എന്ന് കരുതപ്പെടുന്നു. പുരാതന കേരളത്തിലെ അഷ്ടഗൃഹ എന്നറിയപ്പെട്ടിരുന്ന സുപ്രസിദ്ധമായ നമ്പൂതിരി കുടുംബങ്ങളിൽ ഉൾപ്പെട്ടിരുന്നവരാണത്രേ വരിക്കശ്ശേരി മനയുടെ മുൻ തലമുറക്കാരിൽ ചിലർ. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുമായി നല്ല സൗഹൃദബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു ഈ കുടുംബക്കാർ. അങ്ങനെ സാമൂതിരി ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്താണ് മന പണി കഴിപ്പിച്ചത്.
ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും തന്നെ കൊത്തിയെടുത്ത ചെങ്കല്ലായിരുന്നു മനയുടെ ചുമർ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലിനു പുറമെ തേക്കിന്റെയും വീട്ടിയുടെയും തടിയിൽ തീർത്ത വാതിലുകൾ, ജനലുകൾ, തൂണുകൾ, ഗോവണികൾ എന്നിവയും മനയിൽ ധാരാളമുണ്ട്. വടക്കിനി, തെക്കിനി, കിഴക്കിനി, പടിഞ്ഞാറ്റി എന്നിങ്ങനെ 4 ഭാഗങ്ങളും പിന്നെ അവ 4ഉം ചേരുന്നതിന് ഇടയിലായി കാണുന്ന ഒരു വിശാലമായ നടുമുറ്റവും ചേരുന്നതാണ് ഈ നാലുകെട്ട്. കൂടാതെ പടിപ്പുര, ഊട്ടുപുര, പത്തായപ്പുരകൾ, പേറ്റുപുര, തേവാരപ്പുര, വെപ്പുപുര, ശ്രീലകം എന്നിങ്ങനെ 74ഓളം മുറികൾ ഉണ്ടായിരുന്നു ഒരിക്കൽ ഈ മനയ്ക്ക്. പിന്നീട് പ്രധാനമായും സിനിമാ ഷൂട്ടിങ്ങിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മുറികൾ ചിലത് കൂട്ടിയെടുക്കുകയും പല ഭാഗങ്ങളും പൊളിച്ചു കളയുകയും ഉണ്ടായി. നല്ല കാറ്റും വെളിച്ചവും അകത്തേക്ക് കടക്കുന്ന രീതിയിലാണ് മനയുടെ നിർമ്മാണം. മരം കൊണ്ട് പണിതിട്ടുള്ള മച്ച് പുറത്ത് ചൂടുള്ളപ്പോഴും അകത്ത് ചെറിയൊരു തണുപ്പ് നിലനിർത്തുന്നു. സിനിമാ ഷൂട്ടിങ്ങുകൾക്ക് പുറമെ ധാരാളം വെഡ്ഡിംഗ് ഷൂട്ടിങ്ങുകളും ഇവിടെ നടത്താറുണ്ട്. ഇതാണ് വരിക്കാശ്ശേരി മനയുടെ വെപ്പുപുര. അടുക്കളയോട് ചേർന്ന് തന്നെ ധാരാളം വെള്ളമുള്ള ഒരു കിണറുമുണ്ട്. രണ്ട് പത്തായപ്പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര മാളിക എന്നിവയാണ് മനയുടെ ആകർഷണങ്ങൾ. ഏതു ചൂടിലും കുളിർമയേകുന്ന അന്തരീക്ഷം, അതാണ് മനയുടെ ഒരു ഹൈലൈറ്റ്. വരിക്കശ്ശേരി മനയുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത്. ധാരാളം വൃക്ഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വഴികളിലെല്ലാം നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടത്. ഇതാണ് വരിക്കാശ്ശേരി മനയുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇതിന് തൊട്ടടുത്താണ് ഒരു കുളവും ഉള്ളത്. വരിക്കാശ്ശേരി മനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങൾ കൂടെ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ കെട്ടിടത്തിനകത്തേക്കും സന്ദർശകർക്ക് പ്രവേശനമില്ല. പാദരക്ഷകളും പുകവലിയും ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതും മനയ്ക്കകത്ത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. മനയുടെ അടുക്കള ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ദൂരെ വിശാലമായ നെൽവയലുകൾ കാണാം.
മനയ്ക്കകത്ത് ഇതുപോലെ ചില വിൽപ്പനകളും നടക്കുന്നുണ്ട്. കൈത്തറി സാരികളും സെറ്റുമുണ്ടുകളും. വരിക്കാശ്ശേരി മനയുടെ ഇടതുഭാഗത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആധുനികതയുടെ അതിരുവിട്ട അമിത ആഡംബരം അതിക്രമമാവുന്ന ഈ കാലത്ത് വരിക്കാശ്ശേരി മന എന്തൊക്കെയോ ആശ്വാസങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇന്ന് സിനിമാക്കാരെ മാത്രമല്ല, കേരളത്തിലും പുറത്തുമുള്ള ധാരാളം സഞ്ചാരികളെ നിളാതീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ അഭിമാനമായ ഈ മന സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വരിക്കാശ്ശേരി മന സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പാലക്കാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വരിക്കാശ്ശേരി മന. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.